ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ക്രൂവാ, നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. നിങ്ങളൊക്കെ കണ്ടിട്ട് മൂവി പറയൂ, നിങ്ങളല്ലേ പറയണ്ട മൂവിനെ കുറിച്ച്. അമേസിങ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, ഞാനല്ലല്ലോ പറയണ്ട. വി ഓൾ നോ ദാറ്റ് ടോവിനോ ചേട്ടൻ ഇസ് ഗ്രേറ്റ് ആൻഡ് ആർവിൻ ചേട്ടൻ ഡോൾവിൻ ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. നല്ല രസമായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരുന്നു. ഭയങ്കര ഒരു ത്രില്ലർ പരിപാടിയൊന്നുമല്ല, എന്നാൽ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ടൈം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് സിനിമ കൊണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. ഭയങ്കര സട്ടിൽ പരിപാടിയായിരുന്നു. ഭയങ്കര ഹീറോട്ടിക്കൊന്നുമല്ല, ഭയങ്കര ഒരു സാധാരണ പോലീസുകാരൻ ഒരു അന്വേഷണം ഫേസ് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. നല്ല സ്ഥലമായിരുന്നു. അതെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോയി. ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമ ഉണ്ടായിരുന്നു. എന്നെ പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മകൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൽ അപ്പനായ ഞാൻ സിനിമയിൽ അവൻ്റെ അപ്പനെ അഭിനയിക്കാതെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം ബേസ് ചെയ്തിട്ടുള്ള ത്രില്ലർ ഫിലിമാണ്. ത്രില്ലർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്റർ വന്ന് അവരെ നിരാശരാക്കില്ല എന്ന് 100% ഷുവർട്ടി പറയാൻ പറ്റിയൊരു പടം തന്നെയാണ്. നല്ല മൂവിയാണ്, നല്ല ഡയറക്ഷനും നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. അതെ, സൂപ്പറായിരുന്നു. നല്ലൊരു എപ്പോഴും പോലീസ് ക്യാരക്ടർ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ല രസമുണ്ട്. എന്തായാലും നല്ല മൂവിയാണ്, കാണേണ്ട സിനിമയാണ്. ട്വിസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഡയറക്ടറും വ്യത്യസ്തമാണ്. നമ്മൾക്കങ്ങനെ ത്രില്ലർ അങ്ങനെയല്ല, നമ്മൾക്കിങ്ങനെ ആ പടം കാണുമ്പോഴാണ് ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു വന്നിട്ട് വെരി എൻഡ് ഒരു ഭയങ്കര ട്വിസ്റ്റാണ്. നന്നായിട്ടുണ്ട്. എല്ലാം അന്വേഷിപ്പിൻ സീരിയസ്ലി നല്ല ടൈറ്റിലാണ്. കാരണം ഈ മൂവിയുടെ ആദ്യം പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റിലാണ്. അതേപോലെ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. പടം നല്ല കിടിലൻ ത്രില്ലറാണ്. അതായത് ഒരു കണ്ണൂർ സ്കോഡ് ആ ഒരു ലെവലിലൊക്കെ വരുന്ന പടമാണിത്. അതായത് ഇതിലിപ്പോൾ ഈ പടത്തിൽ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഒരു പടം കണ്ടു നമുക്ക് രണ്ട് കഥ കാണാൻ പറ്റും. അത് ഇൻ്റർവ്യൂവിൽ വരെ വേറൊരു കഥ, ഒരു കേസന്വേഷണം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വേറൊരു കേസന്വേഷണം. അങ്ങനെ വന്നപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടോവിനോ പോലെ തന്നെ അതിൽ അഭിനയിക്കുന്ന എല്ലാ പോലീസുകാരും നല്ല രസമായിട്ട് വന്നിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ BGM നല്ല ആവശ്യ സമയത്ത് മാത്രം സ്കോർ ചെയ്തിട്ടുള്ള BGM ആണ്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. മേക്കിംഗ് അത്രയും ഇതായതുകൊണ്ട്, സ്റ്റോറി മേക്കിങ്ങും അത്രയും ഇതായതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഇരുന്നു. പിന്നെ നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിപൊളി ആക്ടേഴ്സായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഇത്തിരി ആണെങ്കിലും അത് came out really good, so excited about it. എനിക്കതാ, ഞാൻ ഇന്ന് ലാസ്റ്റ് ഇരുന്നത്, ഞാൻ മറ്റേ സീറ്റിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇരുന്നത്. അത്രയും എക്സൈറ്റഡ് ആയിട്ട് കുറേ ഇങ്ങനെ ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പരിപാടി കണ്ടിട്ട് ഇറ്റ് ഫെൽറ്റ് ഗുഡ്, റിയലി ഗുഡ്. വിചാരിച്ചപ്പോൾ നമ്മൾ ആ ഒരു പേസാണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. ഇതൊരു മാസ് പടം അല്ല അങ്ങനെ. അപ്പം അതിൻ്റെ ഓരോ പടത്തിനും അതിൻ്റെതായ ഒരു പേസ് ഉണ്ടല്ലോ, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് രണ്ട് ജോണർ. ആക്ഷൻ ഹീറോ ബിജു കുറച്ചും കൂടെ കോമഡി പരിപാടികളൊക്കെ ആയിരുന്നല്ലോ, ഇത് അങ്ങനെയല്ല. അതെ, ടോവി ചേട്ടൻ ഭയങ്കര എനർജറ്റിക്കും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പം സെറ്റിൽ എന്താ പറയുക, ഇപ്പോൾ പുള്ളിയുടെ ഞാൻ കണ്ടതാണ്. പുള്ളിയോട് ഇപ്പോൾ എന്ത് ഒരു സീൻ അഭിനയിക്കാൻ പറയുമ്പോഴും പുള്ളി അതെങ്ങനെ മാക്സിമം ബെസ്റ്റ് ആക്കാമെന്ന് ശ്രമിക്കുകയും അതിനൊത്തിരി എഫേർട്ട് ഇടുകയും ചെയ്യും. എനിക്ക് പടം കണ്ടപ്പോൾ അതിൻ്റെ ആ എഫേർട്ടിൻ്റെ എല്ലാം ഭയങ്കര റിസൾട്ട് ഫീൽ ചെയ്തു. ആൻഡ് എനിക്ക് ആസ് എൻ ആക്ടർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ലൈക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ആക്ടർ അഭിനയിക്കുമ്പം അതൊരു ഭയങ്കര നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് ഐ ഫീൽ ദാറ്റ് സംതിങ് ഐ വോണ്ട് ടു ഓൾസോ ഹാവ്. തോമസിൻ്റെ സിനിമ കണ്ടു, അന്വേഷിക്കും കണ്ടെത്തുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള കേസന്വേഷണത്തെ അർത്ഥമാക്കിയ സിനിമയാണ്. സീരിയസ് ഉണ്ട്, സെൻറ്റിമെൻറ്റിലുണ്ട്, പോലീസുകാരുടെ കഠിനമായിട്ടുള്ള അന്വേഷണ രീതിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ കോട്ടയം നസീറിക്കൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാബുരാജൊക്കെ ക്ലൈമാക്സിലൊക്കെ തകർത്തിട്ടുണ്ട്. പിന്നെ
സാധിക്കുക, അങ്ങനെ കുറേ അണിഞ്ഞൊരുക്കുന്ന സിനിമയാണ്. ടൊവിനോ തോമസിൻ്റെ അതികഠിനമായിട്ടുള്ളൊരു പോലീസിൻ്റെ ഭാവ അഭിനയത്തിൻ്റെ ഒരു ചക്രവർത്തി എന്ന് പറയാം. ഡാർവിൻ കുര്യാക്കോസ് എന്ന സംവിധായകൻ്റെ മികച്ച ഡയറക്ഷനും ഇതിലെടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഒരു ഒട്ടുമിക്ക സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സീരിയസ് സ്റ്റോറിയാണ് അപ്പോൾ അന്വേഷിക്കും കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, അപ്പോൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ.